മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ വാമദേവനോട് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ, മോനെ ഞാൻ നിൻ്റെ അമ്മാവനാണ്. അമ്മാവനോ? അതാരാ? നിങ്ങളുടെ പേരാണ് ചോദിച്ചത് എന്ന് പറയുന്നത്. എൻ്റെ പേര് വാമദേവനാണ് എന്ന് പറയും. നിങ്ങളല്ലേ വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത് ഇയാളോ പ്രതാപനോട് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വിശ്വനാഥനെ എന്നെ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഞാൻ ആ കമ്പനിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് അവനെ അറിയാമായിരുന്നു എന്ന് പറയും കേട്ടോ. അതേസമയം കണ്ണൻ പറയും, നിങ്ങൾ ആ കമ്പനിയുടെ വളർച്ച കണ്ടിട്ടും ആ കമ്പനിയിൽ നിങ്ങൾ കാണിച്ച അഴിമതി കണ്ടുപിടിച്ച് നിങ്ങളെ അവിടെ പറഞ്ഞത് കാരണമാണ് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ട് കൊല്ലാൻ വേണ്ടി ഇയാളെ കൊട്ടേഷൻ കൊടുത്തത്. അത് ശരിയല്ലേ ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മോനെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, എന്താ നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ കൊട്ടേഷനൊന്നും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വാമദേവൻ തർക്കിക്കുകയാണ് കേട്ടോ. ആ സമയത്തായിരിക്കും ഉണ്ണി ദുർഗയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരും. കോടതി വരുമ്പോഴാണ് അവർ കോടതി വന്നിരിക്കുന്ന സമയത്തായിരിക്കും കണ്ണൻ പറയുക, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്ത്? ആ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അയാളെ കൊല്ലാനും നിങ്ങൾ ശ്രമിച്ചു, അങ്ങനെ നിങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മോനെ ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ എൻ്റെ പെങ്ങളിനെ കല്യാണം കഴിച്ചു കൊടുത്തത് വിശ്വനാഥനൊരു ഭാര്യ വേണം പറഞ്ഞു, അതുകൊണ്ടാണ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അതൊന്നുമല്ല, ആ കമ്പനി ഒരുപാട് വളരും, അതിൽ നിന്നും നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തത്, അല്ലാതെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മോനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പിന്നെ അളിയനെ ഞാൻ കൊല്ലുമോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ കൊട്ടേഷന് കൊടുത്തിട്ടില്ല ഒന്ന് പറയണം കേട്ടോ. അതേസമയം കണ്ണൻ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രതാപനോട് പറയുന്നുണ്ട്, കണ്ണൻ പറയുന്നുണ്ട്, പ്രതാപനോട് ചോദ്യം ചോദിക്കുമ്പോൾ വാമദേവനായിരിക്കും ഉത്തരം പറയുക കേട്ടോ. നിങ്ങളോടല്ലല്ലേ പറയണ്ട പറഞ്ഞത്, ഇവനെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത സമയത്ത് എന്തൊക്കെയോ പറഞ്ഞതാണ്, ഇപ്പം ബുദ്ധി ഇല്ലാത്ത പോലെയൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ പ്രതാപൻ. അതേസമയം കണ്ണൻ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ മഴയുള്ള രാത്രിയിൽ നിങ്ങളുടെ കൂടെ 5 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുഞ്ഞിനെ കുറിച്ചിട്ട് പറയണില്ല കേട്ടോ. അതെൻ്റെ മൂത്ത ഭാര്യയിലുള്ള മോളാണ്, മഹാലക്ഷ്മിയാണ് എന്ന് പറയും. നിങ്ങൾക്ക് ഇപ്പോൾ ഭാര്യയുണ്ടോ ചോദിക്കാം, ഭാര്യയുണ്ട്, കരുണയുണ്ട്, കരുണ പറഞ്ഞൊരു മോളും ഉണ്ട്. എന്താ വീട്ടുപേര് ചോദിക്കും, കരുണാലയമാണ് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, കരുണാലയത്തിൽ ജീവിക്കുന്ന പോലെ എന്നിങ്ങനെ പറയുമ്പോൾ അല്ല, അതിന് കൊതിയുണ്ട് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണങ്ങനെ ചോദിക്കുകയാണ്, ആ രാത്രിയിൽ ഒരു അച്ഛനും മോനും കൂടിയിട്ട് ബുള്ളറ്റിൽ വരുമ്പോൾ നിങ്ങൾ നിഷ്കരണം ഒരു ലോറിക്ക് പാഞ്ഞ് കയറ്റുക ചെയ്ത് കൊട്ടേഷൻ വാങ്ങിയിട്ട് നിങ്ങൾ എന്നിട്ട് ആ കുഞ്ഞു കരഞ്ഞിട്ട് രക്ഷപ്പെടുത്തണം പറയുമ്പോഴും നിങ്ങൾ വണ്ടി ഓടിപ്പോവുക ചെയ്തത്, നിങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം കോടതിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, പല തെളിവുകളും കാണിച്ചു കൊടുക്കണം, ഡോക്ടർ കൊടുത്ത തെളിവും ഇയാൾക്ക് ഒരു മാനസികാരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അതേസമയം പറയും ഇയാൾക്ക് അന്ന് കാലത്ത് ഒന്നിനും കഴിവില്ലായിരുന്നു, പക്ഷേ ഇപ്പം അയാൾക്ക് 4 കോറികളും ലോറികളും എല്ലാം ഉണ്ട്, അതിനുള്ള കാരണം ഈ കൊട്ടേഷനാണ് എന്ന് പറയണം കേട്ടോ. പിന്നീട് വാമദേവൻ പറയും, എനിക്ക് ഈ പ്രതാപനെ ഇതിനു മുമ്പ് അറിയേയില്ല എന്ന് പറയണം കേട്ടോ. അതേസമയം കണ്ണൻ ചോദിക്കുകയാണ് പ്രതാപനോട് ചോദിക്കും, നിങ്ങൾക്ക് ഇയാൾ അതിന് മുമ്പ് അറിയില്ലായിരുന്നോ ചോദിക്കും കേട്ടോ. പ്രതാപൻ എന്ത് പറയണം എന്നുള്ളത് അറിയാതെ പകച്ച് നിൽക്കുകയാണ്. പിന്നീട് പ്രതാപൻ പെട്ടെന്ന് തന്നെ എനിക്കറിയാം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വാമദേവൻ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണിയും ദുർഗ ആകെ അന്തം വിട്ട് പോകണിട്ട്, എന്താ മോനെ അച്ഛനെ കൊല്ലുന്നത് ഇവരാണോ എന്ന് ചോദിക്കുക, അതിനൊന്നും സമ്മതിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയണ്. അവർക്ക് സത്യങ്ങളിങ്ങനെ അറിഞ്ഞു വരികയാണ് കേട്ടോ. പിന്നീട് കണ്ണൻ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് പ്രതാപനോട്, നിങ്ങൾ ചെയ്തത് കൊട്ടേഷൻ കിട്ടിയിട്ടല്ലേ, നിങ്ങൾ കറക്റ്റ് സത്യം മാത്രം കോടതിയോട് ബോധ്യപ്പെടുത്തണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് പറയണോ അതോ പറയണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പ്രതാപൻ എന്ത് പറയണം എന്നുള്ളത്. പക്ഷേ മുത്തശ്ശി അവിടെ വന്നിരിക്കുന്നത് ഭയങ്കരമായ ധർമ്മസങ്കടത്തിലാണ്. കാരണം മുത്തശ്ശിയും കരുണയും കൂടിയിട്ട് കോടതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് റെഡിയായി താഴെ ഇറങ്ങുമ്പോൾ തന്നെ മാർക്കോയും ലോപ്പസും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം മാർക്കോ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കും. ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ് മോനെ എന്ന് പറയും. നിങ്ങൾ മാത്രം പോയാൽ മതി, ഇവളിവിടെ നിൽക്കട്ടെ എന്ന് പറയും. കാരണം ഇവൾക്ക് കാവലെ ഞങ്ങളുണ്ട്, നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയാണ് കേട്ടോ. അയ്യോ മോനെ അത് പറ്റില്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പറയും. നിങ്ങളോടല്ലേ പറഞ്ഞത് പോവാനേ എന്ന് പറഞ്ഞിട്ട് കരുണ്ട മുടി ചുറ്റി പിടിച്ചിട്ട് കത്തി കഴുത്തിൽ വെക്കുകയാണ് കേട്ടോ. കത്തി കഴുത്തിൽ വെച്ചിട്ട് പറയും, നിങ്ങളുടെ മോനെ അവിടെ സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, അതല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടി പറഞ്ഞാൽ നിങ്ങളുടെ ഈ കൊച്ചുമോള്
മോനെയും കൂട്ടിയിട്ട് വരുമ്പോൾ ഇവിടെ മരിച്ച് കിടക്കുന്നുണ്ടാകും, അത് ഉറപ്പായ കാര്യമാണ് പറഞ്ഞിട്ട് കരുണയെ അങ്ങനെ പിടിച്ച് വലിച്ച് കത്തി വെക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശി ആകെ നിലവിളിക്കുകയാണ്. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പറയും. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ? 8 മാസം ഗർഭിണിയായ ഒരാളെയല്ലേ തള്ളിയിട്ടിട്ട് വന്നത്. ആ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ട്, അമ്മയുടെ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇവളെ ഞാൻ കൊന്നേനെ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും കരുണയെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് കത്തി വെച്ചിട്ട് നിൽക്കണം. നിങ്ങൾ മര്യാദയ്ക്ക് പോകണം, എന്നിട്ട് നടന്ന പോലെ തന്നെ നിങ്ങളുടെ മോൻ പറയണം. അല്ലാതെ അവർക്ക് ജാമ്യം കിട്ടി എന്നറിഞ്ഞാൽ നിങ്ങളുടെ മോൾ ഇവിടെ കിടക്കുന്നുണ്ടാകും. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ പോയി ഇവിടെ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഒരു കാരണവശാലും ഒരാളും അറിയരുത് എന്നും ലോപ്പസ് പറയും കേട്ടോ. ഇല്ല, ഞാനൊന്നും പറയില്ല, ഞാൻ ആരോടും ഒന്നും പറയില്ല, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അതേസമയം കരുണ അങ്ങനെ കരയുന്നുണ്ട് മുത്തശ്ശി വിളിച്ചിട്ട്. പക്ഷേ കോടതിയിലിരുന്നിട്ട് മുത്തശ്ശി ഇതാണ് ആലോചിക്കുന്നത്. കാരണം കരുണയും ലോപ്പസും മാർക്കോയും ആണ് വീട്ടിൽ. അതേസമയം പ്രതാപൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ മുത്തശ്ശി ആകെ മൊത്തം എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പാടോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.